CCTV, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇതെല്ലാം ഇന്ന് കോടതികൾ തെളിവായി സ്വീകരിക്കുന്നുണ്ട്. കോടതികളിൽ ഒരു തെളിവ് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ അത് ഒരു പേപ്പർ വേസ്റ്റ് മാത്രമാണ്. അപ്പം അങ്ങനെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കും. ഉദാഹരണത്തിന് അത്തരം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 65B സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം നിർബന്ധമാണ്. അതിൽ എടുത്ത ആളെ പേര്, അതിൻ്റെ സമയം, അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതേപോലെ മറ്റൊന്നാണ് ചെയിൻ ഓഫ് കസ്റ്റഡി. അതായത് ഈ തെളിവ് ശേഖരിച്ചത് മുതൽ കോടതിയിൽ അവതരിപ്പിക്കുന്നത് വരെ, കോടതി മുമ്പാകെ സമർപ്പിക്കുന്ന വരെയുള്ള അതിൻ്റെ പ്രോസസ്സിൽ ഒരു സമഗ്രത ഉണ്ടാകും. അതാരാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിൻ്റെ സമഗ്രതമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഡിജിറ്റൽ എവിഡൻസിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.